നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ 2026 മാർച്ച് 5-ന് തുടങ്ങി മാർച്ച് 30 വരെയുള്ള തീയതികളിലായി നടക്കും. മെയ് 8-ന് SSLC ഫലം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുന്നംകുളം പാറേമ്പാടത്ത് നിയന്ത്രണം വിട്ട മിനി ഗുഡ് ലോറി ബൈക്കുകളിൽ ഇടിച്ച് അപകടം. 5 പേർക്ക് പരിക്കേറ്റു, 2 പേരുടെ നില ഗുരുതരം. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വീതിയേറിയ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിച്ചു. സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുഭാഗത്താണ് പുതിയ മേൽപ്പാലം. പുതിയ മേൽപ്പാലം വേണമെന്ന ഏറെക്കാലമായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. 2026 മാർച്ച് 5-ന് തുടങ്ങി മാർച്ച് 30 വരെയാണ് SSLC പരീക്ഷ നടക്കുക. രാവിലെ 9:30-ന് പരീക്ഷകൾ തുടങ്ങും. മെയ് 8-നായിരിക്കും SSLC ഫലപ്രഖ്യാപനം. മാർച്ച് 5 മുതൽ 27 വരെ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകളും 2ാം വർഷം മാർച്ച് 6 മുതൽ 28 വരെയും നടക്കും. ഒന്നാം വർഷ പരീക്ഷ ഉച്ചയ്ക്ക് 1:30-നും 2ാം വർഷ പരീക്ഷ രാവിലെ 9:30-നും ആരംഭിക്കുമെന്നും സംസ്ഥാനത്ത് 3000 പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുകയെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കുന്നംകുളം പാറേമ്പാടത്ത് നിയന്ത്രണം വിട്ട മിനി ഗുഡ്സ് ലോറി ബൈക്കുകളിൽ ഇടിച്ച് അപകടം. 5 പേർക്ക് പരിക്കേറ്റു, 2 പേരുടെ നില ഗുരുതരം. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പാറേമ്പാടം കുരിശിനു സമീപമാണ് നിയന്ത്രണം വിട്ട മിനി ഗുഡ്സ് ലോറി 3 ബൈക്കുകളിൽ ഇടിച്ചത്. പാവിട്ടപ്പുറം സ്വദേശി 60 വയസ്സുള്ള മജീദ്, ഒതളൂർ സ്വദേശി 57 വയസ്സുള്ള ബഷീർ, അക്കിക്കാവ് സ്വദേശി 39 വയസ്സുള്ള രാകേഷ് രാജ് ഉൾപ്പെടെ 5 പേർക്കാണ് പരിക്കേറ്റത്. ബഷീർ, മജീദ് എന്നിവരുടെ പരിക്ക് ഗുരുതരമാണ്. ഇന്നുച്ചയ്ക്ക് 12:30-യോടെയാണ് അപകടം. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി ലോറി നിയന്ത്രണം വിട്ട് എതിർ ദിശയിൽ വരികയായിരുന്ന ബൈക്കുകളിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കുകൾ ഭാഗികമായി തകർന്നു. മിനി ഗുഡ്സ് ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തിയാണ് ഭാഗികമായി തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചത്. MLA AC മൊയ്തീനും സംഭവ സ്ഥലത്തെത്തിയിരുന്നു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാറിടിച്ചു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പെരുമ്പിലാവ് പാതാക്കര സ്വദേശി കമ്പിയിൽ 58 വയസ്സുള്ള മുരളിയാണ് മരിച്ചത്. 19-ാം തീയതി ഞായറാഴ്ച രാത്രി 8-ഓടെ കൊരട്ടിക്കര പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന് സമീപമാണ് അപകടം നടന്നത്. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും വന്നിരുന്ന കാറാണ് മുരളിയെ ഇടിച്ചത്. പരിക്കേറ്റ മുരളിയെ ആദ്യം പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് ചെറുതുരുത്തിയിൽ നടന്നു. സരസ്വതി ഭാര്യയും ആതിര, അഞ്ജു, അഖിൽ എന്നിവർ മക്കളുമാണ്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വീതിയേറിയ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിച്ചു. സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുഭാഗത്താണ് പുതിയ മേൽപ്പാലം. സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് 2, 3 പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകാൻ ഇപ്പോൾ സ്റ്റേഷന്റെ വടക്കേ അറ്റത്തായി വീതി കുറഞ്ഞ ഫുട് ഓവർ ബ്രിഡ്ജ് മാത്രമാണുള്ളത്. ഇതിനു പരിഹാരമായി പുതിയ മേൽപ്പാലം വേണമെന്നത് ഏറെക്കാലമായുള്ള ആവശ്യമാണ്. റെയിൽവേ ചീഫ് പ്രൊജക്ട് മാനേജർ കണ്ണൻ, ഡെപ്യൂട്ടി മാനേജർ മാരിമുത്തു, കോൺട്രാക്ടിംഗ് കമ്പനിയായ ലീ ബിൽഡേഴ്സ് MD ബാബു തോമസ്, CEO പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെ ആരംഭിച്ച ജോലി വൈകിട്ട് പൂർത്തിയായി. 6 മീറ്റർ വീതിയുള്ള മേൽപ്പാലത്തിന്റെ പടികളുടെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ യാത്രക്കാർക്ക് ഉപയോഗിച്ചു തുടങ്ങാം. ചാവക്കാട് മണത്തലയിൽ ദേശീയപാത മേൽപ്പാലത്തിന്റെ പാർശ്വഭിത്തി നിർമ്മാണത്തിനിടെ കോൺക്രീറ്റ് ബ്ലോക്ക് താഴേക്ക് പതിച്ചു. വൻ അപകടം ഒഴിവായി. ചൊവ്വാഴ്ച രാത്രി 9:30-നാണ് സംഭവം. കിഴക്കേ സർവീസ് റോഡിൽ മണത്തല സ്കൂളിന് സമീപത്താണ് റോഡിലേക്ക് കോൺക്രീറ്റ് ബ്ലോക്ക് വീണത്. ഈ സമയം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത്. 20 അടി ഉയരത്തിൽ നിന്നാണ് കോൺക്രീറ്റ് ബ്ലോക്ക് താഴേക്ക് പതിച്ചത്. തുടർന്ന് ഗതാഗത തടസ്സമുണ്ടായി. ചാവക്കാട് പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും ദേശീയപാത തൊഴിലാളികൾ ഉടൻ തന്നെ കോൺക്രീറ്റ് ബ്ലോക്ക് മാറ്റുകയും ചെയ്തു. തൊഴിലാളികളുടെ അശ്രദ്ധയാണ് അപകടമുണ്ടാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. വിദ്യാഭ്യാസ നയത്തെ കാവ്യവൽക്കരിക്കുന്ന BJP സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കിയ പിണറായിയുടെ നിലപാടിനെതിരെ എന്ന മുദ്രാവാക്യത്തിൽ കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ജ്വാല നടത്തി. ചിറക്കൽ സെന്ററിൽ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. ജയശങ്കർ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു.
മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായി. KSU ജില്ലാ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ കോൺഗ്രസ് ഭാരവാഹികളായ NK അബ്ദുൾ മജീദ്, NM റഫീഖ്, സോണി സക്കറിയ, ബിജു ജോബ്, VK മുഹമ്മദ്, ശ്രാവൺ സിദ്ധാർത്ഥ്, ജനാർദ്ദനൻ അദിയാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു നേതാക്കളും പ്രവർത്തകരും പ്രകടനത്തിന് നേതൃത്വം നൽകി. പിണറായി വിജയൻ പറയുന്നു, നമ്മുടെ കുട്ടികളുടെ ഭാവിയെ കരുതി. ഏത് കുട്ടികളുടെ ഭാവി? പിണറായി വിജയൻ പറയുന്നത് ശരിയാ. കുട്ടികളുടെ ഭാവിയെ കരുതി തന്നെയാ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. അത് ഏതാ കുട്ടികളെന്നറിയോ? വീണ വിജയൻ എന്ന് പറയുന്ന കുട്ടി, മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കുട്ടി, വിവേക് കിരൺ എന്ന് പറയുന്ന കുട്ടി. ഈ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് മാത്രമാ പിണറായി വിജയന് ആശങ്കയുള്ളൂ. ഈ സംസ്ഥാനത്ത് കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രം പഠിക്കണ്ട, മതേതരത്വം പഠിക്കണ്ട, വികേന്ദ്രീകരണം പഠിക്കണ്ട. അത് പഠിപ്പിക്കാൻ ഈ രാജ്യത്ത് വെമ്പൽ പൂണ്ട് നടക്കുന്ന BJPയുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ പിണറായി വിജയന്റെ ഇരട്ടത്താപ്പിനെതിരെയുള്ള പോരാട്ടമാണ് കോൺഗ്രസ് സംസ്ഥാനത്തെങ്ങും നടത്തുന്നത്. വനിതാ ശാക്തീകരണവും സംരംഭകത്വ വികസനവും ലക്ഷ്യമാക്കിക്കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വനിതാ വ്യവസായ കേന്ദ്രം തുറന്നു. MLA AC മൊയ്തീൻ വ്യവസായ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2019 കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തുടർന്ന് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി യന്ത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തന സജ്ജമാക്കുകയായിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രേഖ സുനിൽ, ES രേഷ്മ, TR ഷോബി, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ NK ഹരിദാസൻ, ലളിത ഗോപി, ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AS സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ ദിവസവും ഫുള്ളാണ്. എല്ലാ ഹോട്ടലിലും കച്ചവടം, ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു ഓഡിറ്റോറിയം മുനിസിപ്പാലിറ്റിയിലേക്കും ഈ പ്രദേശത്തിന്റെ ഡെവലപ്മെന്റിലേക്ക് പ്രയോജനപ്പെടുന്ന ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ നോക്കിയിരിക്കരുത്. പൈസ മുടക്കാൻ തയ്യാറുള്ളവരെ പ്രയോജനപ്പെടുത്തി നമുക്കിത് ചെയ്യാൻ കഴിയുന്ന മാതൃകയ്ക്ക് വേണ്ടിയാണ്, അതിൻ്റെ തുടക്കത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും വ്യവസായികളാവണമെന്നല്ല, പക്ഷെ നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സംരംഭങ്ങളിലേക്ക് പോകാൻ ഇത് പ്രചോദനമായി തീരും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ ആൻസി വില്യംസിനെയും ഈ ചേറ്റുവ പഴയ ടോൾ ബൂത്തിനടുത്ത് അജ്ഞാത പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അഴുകിയ നിലയിലുള്ള മൃതദേഹം കണ്ടത്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. എരുമപ്പെട്ടി കരിയന്നൂർ ബാറിന് സമീപം നിർത്തിയിട്ട ലോറിയുടെ പുറകിൽ സ്കൂട്ടർ ഇടിച്ച യുവാവിന് പരിക്കേറ്റു. കുർമാൽ സ്വദേശി അനീഷിനാണ് പരിക്കേറ്റത്. ഇയാളെ എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് ഇനി 5 നാൾ മാത്രം. എടക്കഴിയൂർ സിദി സാഹിബ് സ്കൂളിൽ നവംബർ 4 കലോത്സവത്തിന് തുടക്കമാകും. ചാവക്കാട് ഉപജില്ലാ കലോത്സവം 2025 ലോഗോ NK അക്ബർ MLA പ്രകാശനം ചെയ്തു. എടക്കഴിയൂർ സിദി സാഹിബ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനറും സ്കൂൾ പ്രിൻസിപ്പാളുമായ V സജിത്ത്, ചാവക്കാട് AEO VB സിന്ധു, സ്കൂൾ മാനേജർ RP ബഷീർ, വിവിധ ഡിപ്പാർട്ട്മെന്റ് കൺവീനർമാർ, അംഗങ്ങൾ, PTA അംഗങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ ശിവഗംഗയുടെ ലോഗോയാണ് തെരഞ്ഞെടുത്തത്. കുട്ടഞ്ചേരി GLP സ്കൂളിന് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് 2024-25 കളിയങ്കണം കിഡ്സ് അത്ലറ്റിക് പദ്ധതിയുടെ ഭാഗമായി കായിക ഉപകരണങ്ങൾ ലഭിച്ചു. കുട്ടികളുടെ ശാരീരിക മാനസിക വികാസത്തിനു വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായി സഹകരിച്ച് കായിക ഉപകരണങ്ങൾ അടങ്ങുന്ന കിറ്റാണ് വിദ്യാലയത്തിന് അനുവദിച്ചു കിട്ടിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് OV ഷനോജ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ് മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപിക ശ്രീജാബായ്, TG കണ്ണൻ, MM ശരണ്യ, സ്റ്റാഫ് സെക്രട്ടറി ജീന എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവകയിലെ CLC സംഘടനയും കണ്ടാണശ്ശേരി നിരാമയ ഹെൽത്ത് കെയർ സെന്ററും ചേർന്ന് സൗജന്യ രക്തപരിശോധന ക്യാമ്പ് നടത്തി. CLC വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്.
ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം എന്നിവ സൗജന്യമായി പരിശോധിച്ചു. ഇടവക വികാരി ഫാദർ ഫെബിൻ കുത്തൂർ രക്തപരിശോധന നടത്തിക്കൊണ്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നിരാമയ ഹെൽത്ത് കെയർ സെന്ററിന്റെ ഉടമസ്ഥരായ ഡോക്ടർ ജയകൃഷ്ണൻ, പ്രജീഷ്, വിൻസി എന്നിവർ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. CLC ഭാരവാഹികളായ ക്രിസ്റ്റോ സണ്ണി, സോൻസി പയസ്, അനുഷ ബെന്നി, അഞ്ജലി ഷാജു, ഹെൽവിൻ ജോഷി എന്നിവരും സംഘടനാംഗങ്ങളും നേതൃത്വം നൽകി. ഇനി ജില്ലാ ശാസ്ത്രമേള വിശേഷം. കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങളെ ഇനി ഭയന്ന് ജീവിക്കേണ്ട. മുന്നറിയിപ്പ് നൽകാൻ AI ക്യാമറ ട്രാപ്പുണ്ട്. ജില്ലാ ശാസ്ത്രോത്സവം സാമൂഹിക ശാസ്ത്രമേളയിലാണ് കാലിക പ്രസക്തമായ പ്രൊജക്റ്റുമായി എത്തിയ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത്. ദിവസവും വന്യജീവികളെ ഭയന്ന് കഴിയുകയാണ് കേരളത്തിന്റെ വനമേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾ. വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങി വിളകൾ നശിപ്പിക്കുന്നതും മനുഷ്യജീവന് ആപത്തുണ്ടാക്കുന്നതുമായ വാർത്തകളാണ് ദിനം പ്രതി കേൾക്കുന്നത്. കാടിറങ്ങുന്ന വന്യജീവികളിൽ നിന്നും സുരക്ഷ നേടാൻ AI ക്യാമറ ട്രാപ്പ് അവതരിപ്പിക്കുകയാണ് ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിലെ വിദ്യാർത്ഥികളായ ഹെലൻ മേരി, ഗൌരി വിനോദ് എന്നിവർ. ഹയർ സെക്കൻഡറി വിഭാഗം സാമൂഹ്യശാസ്ത്രമേളയിലെ സ്റ്റിൽ മോഡലിൽ ഇവർ തങ്ങളുടെ ആശയം പ്രദർശിപ്പിച്ചു. കാട്ടിൽ വിവിധയിടങ്ങളിലായി പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ എന്ന PIR സെൻസർ ക്യാമറകൾ സ്ഥാപിക്കുക, വന്യജീവികളെ വനാതിർത്തിയിൽ നിന്നും ഇറങ്ങിയാൽ PIR ക്യാമറകൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് സിഗ്നൽ നൽകും. താപത്തിന്റെയും ചലനങ്ങളുടെയും മാറ്റം PIR കണ്ടെത്തി റെക്കോർഡിംഗ് നടത്തുന്നതിലൂടെയാണ് സിഗ്നൽ ലഭിക്കുക. ഇൻഫ്രാറെഡ് LED ക്യാമറകൾ ഉപയോഗിച്ച് രാത്രിയിലും ഇത് പ്രവർത്തിപ്പിക്കാം എന്നതാണ് മേന്മ എന്ന് വിദ്യാർത്ഥികൾ വിശദീകരിച്ചു. മണ്ണിലെ ഈർപ്പത്തിന്റെ തോത് തിരിച്ചറിഞ്ഞ് മണ്ണിടിച്ചിൽ സാധ്യത പ്രവചിക്കുന്ന സാങ്കേതിക വിദ്യ സാമൂഹ്യ ശാസ്ത്രമേളയിലെ വർക്കിംഗ് മോഡൽ മത്സരത്തിൽ ശ്രദ്ധേയമായി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ റോസ് ആൻഡ് ബെന്നി, ശ്രേയ ചന്ദ്രൻ എന്നിവരാണ് ഓട്ടോമാറ്റിക് പ്ലാന്റ്സ് ഇറിഗേഷൻ ഡിറ്റക്ടിംഗ് സോയിൽ മോയ്സ്ചർ എന്നു പേരിട്ട പ്രോജക്റ്റ് പരിചയപ്പെടുത്തിയത്. പ്രകൃതി ദുരന്തങ്ങൾ ഒരുപാട് നടക്കുന്ന സാഹചര്യത്തിൽ സെൻസർ ഉപയോഗിച്ച് മണ്ണിലെ ഈർപ്പം കണക്കാക്കി മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയുകയും മണ്ണിടിച്ചിലിന് സാധ്യത കൂടുതലാണെങ്കിൽ ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതാണ് സംവിധാനം. കൂടാതെ ഇതിനൊപ്പം ഘടിപ്പിച്ചിരിക്കുന്ന പൈപ്പ് വെള്ളം വലിച്ചെടുത്ത് പുറത്ത് കളയുകയും ചെയ്യും. അനുയോജ്യമായ കൃഷിയിടങ്ങൾ കണ്ടെത്താനും ഈ സെൻസർ ഉപയോഗപ്പെടുത്താമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഉപജില്ലയിലെ മികവ് ജില്ലാ ശാസ്ത്രോത്സവത്തിലും ആവർത്തിച്ച് എൽഗ റോസ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാ ശാസ്ത്രോത്സവം പ്രവൃത്തി പരിചയമേളയിൽ A ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥിനി കഴിഞ്ഞ വർഷവും ഈ ഇനത്തിലെ വിജയിയായിരുന്നു. വൈദ്യുതി സുരക്ഷയ്ക്കായി ELCB, അഗ്നിശമന സംവിധാനം, സെൻസറുകൾ, CCTV ക്യാമറ, വീഡിയോ മോണിറ്റർ, ഓട്ടോമാറ്റിക് റിമോട്ട് ഗേറ്റ്, ഫോട്ടോസെൽ, കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം എന്നിങ്ങനെ 8ഓളം വയറിംഗ് 3 മണിക്കൂർ സമയത്തിനകം ചെയ്താണ് നേട്ടം കൈവരിച്ചത്. മമ്മിയൂർ LF കോൺവെന്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ എൽഗ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ അഞ്ഞൂർ സ്വദേശി VL ജോയിയുടെയും ജിജിയുടെയും മകളാണ്. മറ്റു വാർത്തകളിലേക്ക്. കോതമംഗലം മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് MBA വിഭാഗത്തിന് കീഴിലുള്ള തണൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓൾ കേരള ഹാങ്കർ ഫ്രീ ഹോസ്പിറ്റൽസ് ക്യാമ്പയിന്റെ 2ാം ഘട്ടം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്നു. മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും കോതമംഗലം മരിയൻ അക്കാദമിയും സംയുക്തമായാണ് ചാവക്കാട് പദ്ധതി നടപ്പാക്കിയത്. കഴിഞ്ഞ 4 വർഷമായി തണൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലം സർക്കാർ ആശുപത്രിയിൽ തിങ്കളാഴ്ചകളിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന മൺഡേ മീൽ പ്രോഗ്രാം എന്ന പദ്ധതി കേരളത്തിലുടനീളം വ്യാപിപ്പിക്കുക, അതിലൂടെ കേരളത്തിലെ 14 ജില്ലകളിലെയും സർക്കാർ ആശുപത്രികൾ വിശപ്പുരഹിതമാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ജില്ലയിലും തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകി. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ട് ഷാജ്കുമാർ ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് സൂപ്രണ്ട് ഷൈല, LF ഗേൾസ് സ്കൂൾ NSS കോർഡിനേറ്റർ ഫിജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ശബരിമല സീസണിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ ട്രാഫിക് ഡ്യൂട്ടിക്കായി 30 പുരുഷ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും 20 വനിതാ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും നിയമിക്കുന്നു. 25നും 55നും ഇടയിൽ പ്രായമുള്ള ശാരീരിക ക്ഷമതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിമുക്ത ഭടന്മാർ, പരിസരവാസികൾ എന്നിവർക്ക് മുൻഗണന. അപേക്ഷാ ഫോം ഈ മാസം 31 മുതൽ ടെമ്പിൾ സ്റ്റേഷനിൽ നിന്ന് ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷ നവംബർ 3 വൈകിട്ട് 5 മുമ്പായി ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ സമർപ്പിക്കേണ്ടതാണെന്ന് SHO അറിയിച്ചു.
കടപ്പുറം തൊട്ടാപ്പ് സ്വദേശിയെ കാണാനില്ലെന്ന് പരാതി. 31 വയസ്സുള്ള വലിയകത്ത് മുഹമ്മദ് റാഫിയെയാണ് ചൊവ്വാഴ്ച രാത്രി 10 മുതൽ വീട്ടിൽ നിന്നും കാണാതായത്. മഞ്ഞ ടീഷർട്ടും കാവി മുണ്ടുമാണ് കാണാതാകുമ്പോൾ വേഷം. ബന്ധുക്കൾ ചാവക്കാട് പോലീസിൽ പരാതി നൽകി. വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 99 47 34 23 86 73 56 84 21 65 75 59 05 60 25 എന്നീ നമ്പറുകളിലോ അറിയിക്കേണ്ടതാണ്. പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ നിന്നും നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഇ.കെ. നിഷാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മൂസ ആലത്തയിൽ, ബിന്ദു ടീച്ചർ, പ്രേമ സിദ്ധാർത്ഥൻ, ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജയകുമാർ നന്ദി പറഞ്ഞു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നവീകരിച്ച ശങ്കരൻകുളത്തിന്റെ ഉദ്ഘാടനം നടന്നു. മുരളി പെരുന്നെല്ലി എം.എൽ.എ. നവീകരണ പ്രവൃത്തി നടത്തിയ കുളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.ജി. പ്രമോദ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ.എസ്. ധനൻ, വികസനകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, പഞ്ചായത്ത് അംഗങ്ങളായ കെ.കെ. ജയന്തി ടീച്ചർ, രാജി വേണു, പി.കെ. അസീസ്, ഷീബ ചന്ദ്രൻ, രമ ബാബു, ശരത് രാമനുണ്ണി എന്നിവർ സംസാരിച്ചു. മുരളി പെരുന്നെല്ലി എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 26 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ശങ്കരൻകുളത്തിന്റെ നവീകരണം പൂർത്തീകരിച്ചത്. കടവല്ലൂർ പഞ്ചായത്തിലെ കോടത്തുംകുണ്ട് ഒറ്റപ്പിലാവ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം എം.എൽ.എ. എ.സി. മൊയ്തീൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി.ഐ. രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ടി.എ. അഷ്റഫ്, സി.കെ. വിശ്വംഭരൻ, പഞ്ചായത്ത് അംഗങ്ങളായ എം.എൻ. നിർമ്മല, ഫസലുർ റഹ്മാൻ, അനിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ തുടർച്ചയായി 2ാം തവണയും ഓവറോൾ ട്രോഫി കരസ്ഥമാക്കി ഒ.വൈ.സി. മണലി. പാറന്നൂർ ചിറയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസിൽ നിന്നും ക്ലബ് അംഗങ്ങൾ ട്രോഫി ഏറ്റുവാങ്ങി. തുടർന്ന് മണലി സെന്ററിൽ ക്ലബ് അംഗങ്ങളുടെ ആഹ്ലാദ പ്രകടനവും കരിമരുന്ന് പ്രയോഗവും നടന്നു. കലാകായിക മത്സരങ്ങളിൽ കൂടുതൽ പോയിന്റ് നേടി സക്കറിയ, ഷിനാഫുദ്ദീൻ, ഹർഷാദ്, അഖിൽ, ഹെൻറി എന്നിവരുടെ പ്രകടനമാണ് ഈ വർഷവും കിരീടം നിലനിർത്താൻ ഒ.വൈ.സി. മണലിക്ക് സഹായകമായത്. ആത്മാ പദ്ധതിയുടെ ഭാഗമായി പെരുമ്പിലാവിലെ ഫാൽക്കൺ ഫാമിൽ വയനാട് കോട്ടത്തറ പഞ്ചായത്തിലെ കൃഷി ഉദ്യോഗസ്ഥൻ എക്സ്പോഷർ വിസിറ്റ് നടത്തി. ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് കോട്ടത്തറ കൃഷി ഓഫീസർ ബിബിൻ പൗലോസിന്റെ നേതൃത്വത്തിൽ കൃഷി അസിസ്റ്റന്റുമാരായ ബബിത, ആത്മാ ഉദ്യോഗസ്ഥരായ രേഖ, സജന എന്നിവരും കർഷകരുമടങ്ങുന്ന സംഘമാണ് ഫാൽക്കൺ ഫാമിൽ എത്തിയത്. ഫാം ഉടമ എം.എം. മൊയ്തുണിയും ഫാം മാനേജർ റസാക്കും ചേർന്ന് സ്വീകരിച്ചു. അത്യാധുനിക രീതിയിൽ പ്രവർത്തിക്കുന്ന ഫാമിലുള്ള ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പശുക്കളെയും അവയുടെ പരിപാലനത്തെയും കുറിച്ച് ഫാം മാനേജർ റസാക്കും കടവല്ലൂർ കൃഷിഭവൻ അസിസ്റ്റന്റ് ഓഫീസർമാരായ റോണി ചീരൻ, കെ.പി. രാധിക എന്നിവരും വിശദീകരിച്ചു. പശുക്കൾക്ക് പുറമെ കോഴി, ആട്, താറാവ്, വിവിധതരം പക്ഷികൾ എന്നിവയെല്ലാം ഫാമിൽ വളർത്തുന്നുണ്ട്. ഇതിനു പുറമെ 12 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ വിവിധതരം ഫലവൃക്ഷങ്ങളും ജാതി, കുരുമുളക്, ഗ്രാമ്പൂ തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും സസ്യലതാദികളും മൊയ്തുണ്ണിയുടെ സമ്മിശ്ര കൃഷിയിടത്തിൽ കണ്ടത് സന്ദർശകർക്ക് കൗതുകമായി. മത്സ്യകൃഷി, തീറ്റപ്പുല്ല്, ജൈവവള ഉൽപാദനം തുടങ്ങിയ പ്രവർത്തനങ്ങളും രീതികളും നേരിൽ കണ്ടു മനസ്സിലാക്കിയാണ് സംഘം മടങ്ങിയത്. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധന വിധവകൾക്കായുള്ള സൗജന്യ ആട് കൈമാറ്റ പദ്ധതി പ്രകാരം ആടിനെ കൈമാറി. പെരുമ്പിലാവ് പൂയാംകുളത്തുള്ള കുടുംബത്തിനാണ് പദ്ധതിയിലെ 49ാമത്തെ ആടിനെ കൈമാറിയത്. ഓരോ വീട്ടമ്മയ്ക്കും വിതരണം ചെയ്ത ആടുകൾ പ്രസവിച്ച് അതിലുണ്ടാകുന്ന ഒരു ആട്ടിൻകുട്ടിയെ മറ്റൊരു നിർധന വിധവയായ വീട്ടമ്മയ്ക്ക് കൈമാറുന്ന രീതിയാണ് പദ്ധതിയുടേത്. ഈ രീതിയിൽ 5 വർഷത്തിനിടെ 49 ആടുകളെ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തകനും വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് പ്രസിഡന്റുമായ എം.എൻ. സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. എം.എ. കമറുദ്ദീൻ, ഷബീർ റഹ്സൻ, നിഷാദ് ആൽത്തറ എന്നിവർ സംസാരിച്ചു. പി.കെ. രാജു, മുജീബ് പട്ടേൽ, പി.കെ. രഘു എന്നിവർ പങ്കെടുത്തു. മധുര വിതരണവും നടത്തി.
നിയുക്ത ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുത്ത ഏറന്നൂർ പ്രസാദ് നമ്പൂതിരിക്ക് മരത്തങ്കോട് പുതിയമാത്തൂർ ചിറക്കൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകുന്നു. ഒക്ടോബർ 31 വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് ക്ഷേത്രത്തിലെത്തുന്ന തിരുമേനിയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. തുടർന്ന് പൊന്നാടണിയിച്ച് അനുമോദിക്കുമെന്ന് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പെരുമ്പിള്ളി മനക്കൽ ജയരാജ് നമ്പൂതിരി, സെക്രട്ടറി കോനേത്ത് മുരളി, ക്ഷേത്രം രക്ഷാധികാരി ഓക്കി മനക്കൽ ശങ്കരനാരായണൻ നമ്പൂതിരി എന്നിവർ അറിയിച്ചു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരിച്ചുവന്ന പ്രവാസികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ എന്ന തലക്കെട്ടിൽ പ്രതിഷേധ സമര സംഗമം നടത്തി. ചൂണ്ടൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി പ്രവാസി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് മുത്തുണ്ണി ഹാജിയുടെ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടറി ജാബിർ നാലകത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഇൻകാസ് മണലൂർ നിയോജക മണ്ഡലം കോർഡിനേറ്റർ ഇബ്രാഹിം പാർപ്പുറം, പ്രവാസി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ.എം. സലാഹുദ്ദീൻ, എൻ.ബി. ജമാൽ, ബ്ലോക്ക് പ്രസിഡന്റ് ഖാദർമോൻ, സി.എസ്. അലി തുടങ്ങിയവർ സംസാരിച്ചു. എടക്കഴിയൂർ നോൺ റെസിഡൻസ് അസോസിയേഷൻ യുഎയുടെ 4ാമത് എനോറ സൂപ്പർ കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ദുബായ് ഖിസൈസിലുള്ള BSA സ്പോർട്സ് അക്കാദമിയിൽ സമാപിച്ചു. 20ഓളം ടീമുകൾ പങ്കെടുത്ത പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ ജിതിൻ അരുൺ സഖ്യം കിരീടം സ്വന്തമാക്കി. ഷഹസാദ് ഹുബൈബ് സഖ്യം 2ാം സ്ഥാനം നേടി. ടൂർണമെന്റ് എനോറ UAE പ്രസിഡന്റ് ഷാജി എം അലി ഉദ്ഘാടനം ചെയ്തു. ബാഡ്മിന്റൺ മത്സരങ്ങൾ നിയന്ത്രിച്ച സൈഫുദ്ദീൻ, ആരിഫ് എന്നിവരെ സമാപന ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി മനാഫ് പാറയിൽ, റസാഖ്, സുബിൻ, സമദ്, അനസ്, റെക്സ്, നജീബ്, മൻസൂർ, ഷിബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ദന്തപരിശോധന ക്യാമ്പ് നടത്തി. ചാലിശ്ശേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എം. മഹേന്ദ്രസിംഹൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. റോയൽ ഡെന്റൽ കോളേജ് ചെയർമാൻ കല്ലായിൽ സെയ്തു ഹാജി അധ്യക്ഷത വഹിച്ചു. കോളേജ് സെക്രട്ടറി PS സാബിർ, സബ് ഇൻസ്പെക്ടർ S. ശ്രീലാൽ, പൊതുജന ദന്താരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ അൻസിൽ, ഡോക്ടർ അംജദ്, സബ് ഇൻസ്പെക്ടർമാരായ T. അരവിന്ദാക്ഷൻ, M. ജ്യോതി പ്രകാശ്, മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, 10ഓളം ഹൌസ് സർജൻസി ഡോക്ടർമാർ എന്നിവർ പങ്കെടുത്തു. പുത്തൻകടപ്പുറം GF UP സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ലോക പുകയില വിരുദ്ധ ദിനം സംഘടിപ്പിച്ചു. പോസ്റ്റർ നിർമ്മാണ പരിശീലനം, റാലി, പ്രസംഗ മത്സരം എന്നിവ നടത്തി. കോർഡിനേറ്റർ CJ ജിൻസി, SK പ്രിയ, MK സലിം, MR ഐശ്വര്യ, ഷീജ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭഗിനി നിവേദിത ജയന്തിയുടെ ഭാഗമായി പുന്നൂർക്കുളം താലൂക്കിലെ വിവിധ ഗോകുലങ്ങളിൽ അനുസ്മരണം നടത്തി. ചെറായ് ശ്രീനാരായണ, കടിക്കാട് സുദർശന, കുന്നത്തൂർ സരസ്വതി, അയോധ്യ ശ്രീരാമ, വയലത്തൂർ വൃന്ദാവനം, പെങ്ങാമുക്ക് മാധവം, പെരുതുരുത്തി അഗസ്ത്യ, പഴഞ്ഞി വാസുദേവപുരം, കരിയാമ്പ്ര ശ്രീഭദ്ര, ഐനൂർ അമ്പാടി തുടങ്ങിയ ഗോകുലങ്ങളിൽ അനുസ്മരണവും പെങ്ങാമുക്ക് ഗോകുലത്തിൽ സേവന പ്രവർത്തനവും നടത്തി. കാട്ടകാമ്പാൽ പഞ്ചായത്ത് അംഗം പ്രദീപ് പെങ്ങാമുക്ക് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഉപാധ്യക്ഷൻ MS രാജൻ, താലൂക്ക് അധ്യക്ഷൻ T. അശോകൻ, ഉപാധ്യക്ഷൻ അനിൽ അരുവായി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,220 രൂപ, പവന് 89,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 155 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ 2026 മാർച്ച് 5 തുടങ്ങി മാർച്ച് 30 വരെയുള്ള തീയതികളിലായി നടക്കും. മെയ് 8 SSLC ഫലം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. കുന്നംകുളം പാറയമ്പാടത്ത് നിയന്ത്രണം വിട്ട മിനി ഗുഡ്സ് ലോറി ബൈക്കുകളിൽ ഇടിച്ച അപകടം, 5 പേർക്ക് പരിക്കേറ്റു, 2 പേരുടെ നില ഗുരുതരം. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വീതിയേറിയ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിച്ചു. സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുഭാഗത്താണ് പുതിയ മേൽപ്പാലം. പുതിയ മേൽപ്പാലം വേണമെന്ന ഏറെക്കാലമായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.